നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ഹാമിൽട്ടൺ സൂപ്പർ കിങ്സ് ഒരുക്കുന്ന രണ്ടാമത് ഹാമിൽട്ടൺ സൂപ്പർ കപ്പ് ടൂർണമെന്റ് ഓഗസ്റ്റ് 3-4 തീയതികളിൽ HMS മൈതാനത്ത് നടക്കും. വിജയികൾക്ക് $2,501 ട്രോഫിയും റണ്ണറപ്പിന് $1,001 ട്രോഫിയും സമ്മാനം ലഭിക്കും. $501 ട്രോഫിയുമാണ് മൂന്നാം സ്ഥാനക്കാർക്ക്. മികച്ച താരങ്ങൾക്ക് വ്യക്തിഗത പുരസ്കാരങ്ങളുമുണ്ട്. ഓന്റാരിയോയിലെ മുൻനിര റിയൽട്ടർമാരിൽ ഒരാളായ സജി ആന്റണിയാണ് മുഖ്യ സ്പോൺസർ. കുട്ടികൾക്ക് കളിക്കാനുള്ള ബൗൺസി കാസിൽ, ട്രാപ്ലിൻ ഉൾപ്പെടെയുള്ള നിരവധി വിനോദങ്ങളാണ് കാണികളെ കാത്തിരിക്കുന്നത്. തൃപ്തി കാറ്ററിംഗ് ഒരുക്കുന്ന രുചികരമായ നാടൻ തട്ടുകടയാണ് മറ്റൊരാകർഷണം. 100 കണക്കിന് കുട്ടികളെ രോഗബാധിതരാക്കിയ ഈക്കോളി ബാക്ടീരിയ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാകുമെന്ന് ആൽബർട്ട സർക്കാർ. പ്രവിശ്യയിലെ ഭക്ഷ്യസുരക്ഷാ നിയന്ത്രണങ്ങളിലും മേൽനോട്ടത്തിലും നിരവധി പോരായ്മകൾ കണ്ടെത്തിയെന്നും സെൻട്രൽ അടുക്കള പങ്കിടുന്ന നഗരത്തിലുടനീളമുള്ള 11 ഡേ കെയറുകളുമായി ബന്ധപ്പെട്ട് ഏകദേശം 450 കുട്ടികൾക്ക് കാൽഗറിയിൽ കഴിഞ്ഞ വർഷം രോഗബാധ ഉണ്ടായെന്നും 38 കുട്ടികളും ഒരു മുതിർന്നയാളും ബാക്ടീരിയ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടുവെന്നുമുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് കൂടുതൽ ജാഗ്രതാകാൻ ആൽബർട്ട ഹെൽത്ത് സർവീസ് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയത്. ഗാർഡിനർ എക്സ്പ്രസ് വേയുടെ നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിന് ഓന്റാരിയോ ഗവൺമെന്റ് ടൊറന്റോ നഗരത്തിന് $73 മില്യൺ നൽകും. സ്കിറ്റ്യൂൾ നിർമ്മാണ സമയപരിധി 2027 നിന്ന് 2026 മാറ്റുമെന്നും ഇതുമൂലം നഗരത്തിന് $273 മില്യൺ സാമ്പത്തിക നേട്ടമുണ്ടാക്കുമെന്നും ഓന്റാരിയോയുടെ ഗതാഗത മന്ത്രി പൃഥ്മീത് സിംഗ് സക്രിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗാർഡിനർ എക്സ്പ്രസ് വേയുടെ പണി പൂർത്തിയാകുന്നതോടെ ടൊറന്റോ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്നും മേയർ ഒലിവിയ ചൗ പറഞ്ഞു. ഓന്റാരിയോയിലെ മെൻസ്ട്രൽ ഇക്വിറ്റി ഇനിഷ്യേറ്റീവ് വിപുലീകരിക്കുന്നതിനും അടുത്ത 3 വർഷത്തിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് 23 ദശലക്ഷത്തിലധികം സൗജന്യ ആർത്തവോൽപ്പന്നങ്ങൾ നൽകുന്നതിനുമായി ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ടുമായി ഒരു പുതിയ 3 വർഷത്തെ കരാർ പ്രഖ്യാപിച്ചു. ഓന്റാരിയോയിലുടനീളമുള്ള എല്ലാ സ്കൂൾ ബോർഡുകൾക്കും സ്കൂൾ അധികാരികൾക്കും സൗജന്യ ആർത്തവോൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് ആദ്യ വർഷം 1380 ഡിസ്പെൻസറുകൾ നൽകും. ആവശ്യ ഉൽപ്പന്നങ്ങൾ നൽകുന്നതിലൂടെ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ശാരീരികവും വൈകാരികവുമായ ആരോഗ്യത്തെ പിന്തുണയ്ക്കുക മാത്രമല്ല, സാമ്പത്തിക തടസ്സങ്ങളില്ലാതെ അവരുടെ വിദ്യാഭ്യാസത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് വനിതാ സാമൂഹികക്ഷേമ വകുപ്പ് സഹമന്ത്രി ചാർമൈൻ വില്യംസ് പറഞ്ഞു. എയർ കാനഡ ഫ്ലൈറ്റ് AC-73 മൊറോക്കോയിലെ കാസാബ്ലാങ്കയിൽ നിന്ന് കാനഡയിലെ മോൺട്രിയൽ ട്രൂഡോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള വിമാനത്തിൽ കമ്പിളിപ്പുതപ്പിന് വേണ്ടി യാത്രക്കാരിയും എയർലൈൻ സ്റ്റാഫും തമ്മിലടിച്ചതിനെ തുടർന്ന് വിമാനം റദ്ദാക്കി. യാത്രയിൽ തണുപ്പ് കൂടുതലായി അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഒരു സ്ത്രീ യാത്രക്കാരി ബ്ലാങ്കറ്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. സപ്പോർട്ട് സ്റ്റാഫിന്റെ അനുചിത പ്രവൃത്തിക്കെതിരെ യാത്രക്കാർ പ്രതിഷേധിച്ചതോടെ വിമാനം റദ്ദാക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ജീവനക്കാരിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എയർ കാനഡ. കേരളത്തിൽ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഇതുവരെ 140 പേർക്ക് ജീവൻ നഷ്ടമായെന്ന് കണക്കുകൾ. 6 മണി വരെ പുറത്തുവന്ന വിവരമനുസരിച്ച് 140 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതിൽ 48 പേരുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. മൃതദേഹങ്ങളിൽ ചിലത് ചിന്നിച്ചിതറിയ നിലയിലാണ് ഉണ്ടായിരുന്നത്. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ അകലെ വരെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി. അപകടത്തിൽ 98 പേരെയാണ് കാണാതായത്. 131 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ 42 മൃതദേഹങ്ങളാണ് ഉള്ളത്. മേപ്പാടി ഹെൽത്ത് സെന്ററിൽ 62 മൃതദേഹങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 10 മീറ്റർ എയർ പിസ്റ്റൾ ടീം വെങ്കലവുമായി മനു ഭാസ്കർ, സർബ്ജോത് സിംഗ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 2ാം മെഡലാണിത്. കഴിഞ്ഞ ഞായറാഴ്ച 10 മീറ്റർ എയർ പിസ്റ്റൾ വനിതാ സിംഗിൾസിൽ മനു ഭാസ്കർ ഇന്ത്യക്കായി വെങ്കലം നേടിയിരുന്നു. ഇതോടെ ഒരു ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മനു ഭാസ്കർ ചരിത്രം കുറിച്ചു. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കറി ഹൗസ് മിസിസാഗ, ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.